എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു 10 വയസ്സുള്ള കുട്ടിയുടെ യൂണിഫോം ഷർട്ടിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ അളവുകളൊന്ന് നോക്കാം. ഇനി ഇതിൻ്റെ അളവ് എടുത്തത് എങ്ങനെയെന്ന് ഞാൻ ചിത്രത്തിൻ്റെ സഹായത്തോടെ കാണിക്കാം. ഇത് ഞാൻ അളവെടുക്കുന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് വന്നിട്ട് ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ഷർട്ടാണ്. 10-12 വയസ്സ് വരെയൊക്കെ ഈ വലിപ്പം മതിയാവും. അപ്പോൾ ഇതിൽ 4 ഷർട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട തുണി 1.25 മീറ്ററാണ്. അപ്പോൾ ഇത് വന്നിട്ട് 6 മീറ്റർ തുണിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നിവർത്തിയിടാം. അപ്പോൾ ആദ്യം ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. അപ്പോൾ ഇതേപോലെ ഒരു കരയുണ്ട്, അതൊന്ന് വരഞ്ഞ് മാറ്റാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പട്ടിക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതേപോലെ വരച്ചെടുക്കുക. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കാം. ഇനി ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇറക്കം 22 ഇഞ്ചാണ്. ഇവിടെ ആദ്യം നമുക്ക് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് ഗ്യാപ്പ് ഇടുക. അതിനുശേഷം 22 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് ബോട്ടം മടക്കിയടിക്കാൻ മാർക്ക് ചെയ്യുക. ഇത് വന്നിട്ട് സ്ലാക്കാണ്, അതായത് സ്ട്രൈറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഒരു 3/4 ഇഞ്ച് വീതിയിൽ നമുക്കിത് മടക്കിയടിക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് വന്നിട്ട് ചെസ്റ്റ് 30 ഇഞ്ച്, അതിൻ്റെ 4 ഭാഗം 7.5 ഇഞ്ച് വരും. അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇത് മാർക്ക് ചെയ്താൽ മതി. ഷോൾഡർ 1.5 ഇഞ്ച് വീതി മതി. ഇത് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. ഇതിപ്പോൾ ഇതിൽ 17 ഇഞ്ച് വരുന്നുണ്ട്. 8.5, 1 ഇഞ്ച് മേലെ 9.5 നമുക്കിതിൻ്റെ ബോഡി ഷേപ്പ് കൊടുക്കാം. അതും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഷോൾഡർ 13.5 അപ്പോൾ അതിൻ്റെ പകുതി 6.25, 1/2 ഇഞ്ച് തയ്യത്തുമ്പ് 7.25 ഇഞ്ച്. ഇവിടെ നമുക്ക് അതിൽ നിന്നൊരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മതി. 6.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. കഴുത്തിൻ്റെ റൗണ്ട് വന്നിട്ട് 12.5 ഇഞ്ചാണ്. നമുക്കതിൻ്റെ 5-1 ഭാഗം മാർക്ക് ചെയ്യുക വീതി. ഇറക്കും അതേപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം കഴുത്ത് വരയ്ക്കാം. അതിനുശേഷം അതേപോലെ വരയ്ക്കുക. ഇനി ഇതിൻ്റെ ചെസ്റ്റ് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 ഭാഗം 7.5 ഇഞ്ച് വരും. ഇത് കൂടെ ഒരു 1.5 ഇഞ്ച് ലൂസ് കൊടുക്കാം. 9 ഇഞ്ച്. കുട്ടികൾക്ക് ഒരു 4 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെ ബോഡി ലൂസ് കൊടുത്താൽ മതി. ഇതിപ്പോൾ 9 ഇഞ്ച് നമുക്ക് റെഡി കിട്ടണം. കുറച്ച് തടിയുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 3/4 ഇഞ്ച് തയ്യത്തുമ്പോൾ എക്സ്ട്രാ ഇടുക. അതായത് 30 ഇഞ്ചിൻ്റെ 4-1 ഭാഗം 7.5 ഇഞ്ച് 1.5 ഇഞ്ച് ലൂസിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് അതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി. 9.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 9.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇവിടുത്തെ ലൂസ് തന്നെ ഇവിടെയും കൊടുക്കുക. ഇനി ഇവിടെ ആം ഹോൾ വരയ്ക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള വീതിക്ക് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫ്രണ്ടിലാകെ എത്ര വീതി വെച്ച് നോക്കുക. ഇവിടെ 9.25 ഉണ്ട്. ഇതിന്ന് 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യാം. ആദ്യം ഇത് കര ഒഴിവാക്കാം. 9.25 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. സൈഡ് ഓവർലോക്ക് ചെയ്യണമെങ്കിൽ 1/2 ഇഞ്ച് കുറച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഫ്രണ്ട് തയ്യത്തുമ്പ് 1/2 ഇഞ്ച് ഇട്ടാൽ മതിയാവും. ഇത് വന്നിട്ട് സൈഡിൽ ഡബിൾ തയ്യലാണ് ഇടുന്നത്.
അപ്പോൾ ഇതേപോലെ ബാക്കിൽ 1 ഇഞ്ച് കുറച്ച് വയ്ക്കുക. ഇനി ഈ ലൈനിനൊപ്പം മാർക്ക് ചെയ്താൽ മതി. ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇത് അടിയിലേക്ക് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഷോൾഡർ വെച്ചത് 6.75 അതിൽ 7.25 ഇഞ്ചാണ് വെച്ചത്. ബാക്കിലൊരു 4 ഇഞ്ച് കുറച്ച് വയ്ക്കുക, 7 ഇഞ്ച് വെച്ചാൽ മതി. അതിനുശേഷം ഈ മാർക്കിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് ബാക്ക് ആമോൾ വരയ്ക്കുക. ഇതുപോലെ വരച്ചെടുക്കുക. ഇനി ഇതിനൊപ്പം കട്ട് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം വേണ്ട 7.5 ഇഞ്ചാണ്. കൂടെ ഒരു 3-3.5 ഇഞ്ച് അധികം ഇട്ടാൽ മതി. അത്ര ഒരു 11 ഇഞ്ചിൽ മടക്കിയാൽ മതി. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലെ മടക്കിയെടുക്കുക. ഇവിടെ മടക്കി അടിക്കാൻ നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കാം. ഇറക്കം 7.5 ഇഞ്ചാണ്. 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമുക്കിവിടെ ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ്. ഇപ്പോൾ 1 ഇഞ്ച് ഇരുന്നാലും കുഴപ്പമില്ല. ഒരു പോയിൻ്റൊക്കെ അധികം വരുള്ളൂ. ഇവിടെ ഇങ്ങോട്ട് ഒരു 3.25 ഇഞ്ച് വയ്ക്കുക. ഇത് വന്നിട്ട് ചെസ്റ്റിൻ്റെ 8-1 ഭാഗം -1/2 ഇഞ്ച്, -4 ഇഞ്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ആം ഹോള് നമുക്ക് ചെസ്റ്റിൻ്റെ 4-1 ഭാഗം 7.5 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ഇടാം. 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ 7.25 ഇഞ്ചാണ് വരുന്നത്. ഇതിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്താൽ മതി. ഇനി ഇവിടെ കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇതേപോലെ കുഴിച്ച് മാർക്ക് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് കുഴിച്ച് മാർക്ക് ചെയ്യണം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുവരേക്കും കുഴിച്ച് കട്ട് ചെയ്താൽ മതി. ഇനി ഇത് കട്ട് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് 2 ഷോൾഡർ കട്ട് ചെയ്യാം. ഷോൾഡർ 13.5 വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 6.25 1/2 ഇഞ്ച് തയ്യത്തുമ്പും വേണം. 7.25 8 ഇഞ്ച് വെച്ച് മടക്കിയെടുത്താൽ മതി. ഷോൾഡർ നമുക്കൊരു 5.25 ഇഞ്ച് വീതി കൊടുക്കാം. ഷർട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കൊടുക്കാം. അത് 4.5 ഇഞ്ച് മുതൽ 5.5 ഇഞ്ച് വരെ കുട്ടികൾക്ക് ഷോൾഡറിൻ്റെ വീതി കൊടുക്കാം. കഴുത്ത് ബാക്കിൽ കുഴിച്ച് കട്ട് ചെയ്യുന്നത് 1.5 ഇഞ്ചാണ്. ഇവിടെ നമുക്ക് നെക്കിൻ്റെ വീതി ഫ്രണ്ടിലിട്ട് അതേപോലെ തന്നെ ഇട്ടാൽ മതി. 2.5 ഇഞ്ച്, അതായത് കഴുത്ത് വണ്ണത്തിൻ്റെ 5-1 ഭാഗം. ഇവിടെ അതേപോലെ 1.5 ഇഞ്ച് കുറയ്ക്കുക. എന്നിട്ട് നമുക്ക് 6.25 1/2 ഇഞ്ച് തയ്യത്തുമ്പും 7.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി കഴുത്ത് വരയ്ക്കാം. കഴുത്ത് ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്യുക. ഇത് നമുക്ക് പോക്കറ്റിന് എടുക്കാം. ഇനി നമുക്കിതിൻ്റെ കോളർ കട്ട് ചെയ്യാം. ഇതേപോലെ ക്യാൻവാസ് 2ആയിട്ട് മടക്കി എടുക്കുക. ഈ പാറ്റേൺ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പാറ്റേൺ ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് കോളർ വേണ്ടത് 12.5 ഇഞ്ചാണ്. കോളർ എന്ന് പറയുമ്പോൾ ഈ അളവ് ഇതിലത്തെ അളവാണ് വരിക. ബൈൻഡ് നമുക്കിതിൽ എക്സ്ട്രാ വരും. അതായത് ബട്ടൺ വയ്ക്കാനുള്ളത് എക്സ്ട്രാ ആയിട്ട് വരും.
അപ്പോൾ നമുക്ക് ഇതിൽ മാർക്കിങ്ങിൽ വന്നിട്ട് 4ാമത്തെ മാർക്കിംഗ് വരും 12.5. ഇത് വന്നിട്ട് 11 ഇഞ്ച് മുതൽ 13.5 ഇഞ്ച് വരെയുള്ള കോളർ ഈ പാറ്റേൺ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് 12 ഇഞ്ചാണ്. അപ്പോൾ ഇതിൽ 4ാമത്തെ ലൈന് വരും. ഈ 4ാമത്തെ ലൈന് ഈ മടക്കിയ ഭാഗത്തിനൊപ്പം വയ്ക്കുക. അതിനുശേഷം ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇതും അതേപോലെ തന്നെ ഈ 4ാമത്തെ ലൈന് ഈ ഫോൾഡിങ്ങിനൊപ്പം വെച്ചിട്ട് കോളറും അതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ തുണിയിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.